ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ്, കുക്കുംബർ ദോശ. അപ്പോൾ കുക്കുംബർ ദോശയും ഗാർലിക് ടൊമാറ്റോ ചട്നിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് കുക്കുംബർ ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, 4 വറ്റൽമുളക്, 1 സാലഡ് കുക്കുംബർ പീൽ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ റവയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് സോക്കായിട്ടുണ്ട്, നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കി സാധനങ്ങളൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കുക്കുംബർ ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുക്കുംബറിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സോക്ക് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്കിത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. പിന്നെ കുക്കുംബർ ദോശ ഉണ്ടാക്കാം. പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇത് വറ്റൽമുളകിന് പകരം പച്ചമുളക് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് അരിക്കുമ്പോൾ പച്ച കളറിലിരിക്കും. ഇതിപ്പോൾ വറ്റൽമുളക് ചേർത്തുകൊണ്ടാണ് റെഡ് കളറായിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഗാർലിക് ടൊമാറ്റോ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളി, 8 ചെറിയ ഉള്ളി, 5 വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 കപ്പ് തേങ്ങ, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിത് റെഡിയായി നോക്കാം. ഇതിപ്പം നന്നായി വഴന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് തണുത്തിട്ട് വേണം ഇനി അരച്ചെടുക്കാൻ. അപ്പോൾ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം, മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം.
അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗാർലിക് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ക്യൂക്കുംബർ ദോശയും ഗാർലിക് ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.